വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ആരാണ് ഔട്ട് ആവാൻ പോകുന്നത്? നോറയാണോ അതോ നോറയ്ക്കൊപ്പം വേറെ ആരെങ്കിലും കൂടി ഉണ്ടോ? എവിക്ഷനിൽ ഇന്നൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. എന്താണ് അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്കും വീക്കെൻഡ് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. സാറ്റർഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഏതാണ്ട് 1 മണി വരെയും അതിനുശേഷം പിന്നീടാണ് ബ്രേക്കിന് ശേഷം സൺഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കേൾക്കുന്ന പേരുകൾ അങ്ങനത്തെ പേരുകളാണ്. സിജോയും നോറയാണ് വോട്ട് കുറവ് എന്ന് കേൾക്കപ്പെടുന്നു. നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പറയുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് കേൾക്കുന്നത്. നോറയുടെ കാര്യം ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഇല്ല. പക്ഷേ സിജോയുടെ കാര്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് കള്ളമാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അവിടെ നിൽക്കുന്ന എന്തോരം കളിക്കാത്ത ആളുകൾ ഇനി അവിടെ ഉണ്ട് 8 പേരിൽ. അപ്പം അതിൽ നിന്ന് ഈ പറഞ്ഞ അഭിഷേക് മാത്രം പോയിട്ട് 7 പേര് എവിക്ഷനിലുണ്ട്. അതിൽ നിന്ന് ഈ സിജോയുടെയൊക്കെ പേര് കേൾക്കുമ്പോഴാണ് ഞാൻ ഇതെന്താ സംഭവം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനം മിക്കവാറും വരാൻ സാധ്യത ഉണ്ട്. ആ ലെവലിലാണ് ഇപ്പോൾ പോകുന്നത്. വോട്ടിംഗ് ട്രെൻഡ് ആ ലെവൽ. കാരണം വോട്ടിങ് ഭയങ്കരമായിട്ടുള്ള പുറത്ത് PR കളികളാണ്, PR പിടിയാണ് അല്ലേ. പലരെയും കൊണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടാണ് വോട്ടുകൾ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഏതാണെന്ന് ഒരു പിടിയുമില്ല. സിജോയുടെ പേര് കേൾക്കുന്നുണ്ട്. സിജോയുടെ ഇങ്ങനെ അറിയാൻ പറ്റിയത് ഈ പറഞ്ഞ പോലെ സിജോയുടെ നോറയുടെ. പക്ഷേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നോക്കാം. സിജോയുടെ ഒക്കെ ഭയങ്കര ഒരു അൺഫെയർ ആയിരിക്കും. ഭയങ്കര അൺഫെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺഫെയർ ആയിരിക്കും. അടുത്ത അപ്ഡേറ്റോടെ വരാം. ഞാൻ എന്തായാലും ഷൂട്ട് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ആരാണ് ഔട്ടായെന്നുള്ള വിവരം കൊണ്ടുവരാം. ഡബിൾ എവിക്ഷൻ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.